അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം അഥവാ സീറത്തുൻ നബി മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നമ്മൾ ആരംഭിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. സീറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര ചെയ്യുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ ജീവചരിത്രത്തിലൂടെ ഒരു യാത്ര നമ്മൾ ആരംഭിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. തീർച്ചയായും അള്ളാഹുവും അവൻ്റെ മലക്കുകളും നബിയോട് കാരുണ്യം കാണിക്കുന്നു. സത്യവിശ്വാസികളെ, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മേൽ അള്ളാഹുവിൻ്റെ കാരുണ്യവും ശാന്തിയും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുക. സൂറത്തുൽ അഹ്സാബിൻ്റെ ഈ 56 ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത്. അതുപോലെ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് 4 പ്രാവശ്യമാണ് മുഹമ്മദ് എന്ന് വന്നിരിക്കുന്നത്. ഒരു പ്രാവശ്യം അഹ്മദ് എന്നുള്ള പേരും വന്നിട്ടുണ്ട്. സൂറ ആലി ഇമ്രാൻ്റെ 144 ആയത്ത്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റുസുൽ. മുഹമ്മദ് അള്ളാഹുവിൻ്റെ ഒരു ദൂതൻ മാത്രമാകുന്നു, അദ്ദേഹത്തിന് മുമ്പും ദൂതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. രണ്ടാമതായി സൂറത്തുൽ അഹ്സാബിൻ്റെ 40 ആയത്ത്, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും വലാകിർ റസൂലല്ലാഹി വ ഖാതമൻ നബിയീൻ. മുഹമ്മദ് നിങ്ങളുടെ പുരുഷന്മാരിൽ ഒരാളുടെയും പിതാവായിട്ടില്ല, പക്ഷേ അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൂതനും പ്രവാചകന്മാരിൽ അവസാനത്തെ ആളുമാകുന്നു. അതുപോലെ സൂറ മുഹമ്മദിൻ്റെ 2 ആയത്ത്, വല്ലദീന ആമനു വ അമിലു സ്വാലിഹാത്തി വ ആമനു ബിമാ നുസ്സില അലാ മുഹമ്മദിൻ വഹുവൽ ഹഖ്ഖു മിർ റബ്ബിഹിം കഫറ അൻഹും സയ്യിആതിഹിം വ അസ്ലഹ ബാലഹും. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും മുഹമ്മദ് നബിയുടെ മേൽ അവതരിപ്പിക്കപ്പെട്ടതിൽ അതത്രേ അവരുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള സത്യം, വിശ്വസിക്കുകയും ചെയ്തവരാരോ അവരിൽ നിന്നും അവരുടെ തിന്മകൾ അള്ളാഹു മായ്ച്ചു കളയുകയും അവരുടെ അവസ്ഥ അവൻ നന്നാക്കി തീർക്കുകയും ചെയ്യുന്നതാണ്. 4 സൂറത്തുൽ ഫത്ഹിൻ്റെ 29 ആയത്ത്, മുഹമ്മദുർ റസൂലുല്ലാഹ് എന്ന് തുടങ്ങുന്ന ആയത്ത്, മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാകുന്നു. ഇതുകൂടാതെ സൂറത്ത് സൊഫിൻ്റെ 6 ആയത്തിൽ അഹ്മദ് എന്നുള്ള പരാമർശം വന്നിരിക്കുന്നു. വഇദ് ഖാല ഈസ ഇബ്നു മറിയമ യാ ബനി ഇസ്രായീല ഇന്നി റസൂലുല്ലാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്തി വ മുബശ്ശിറൻ ബിറസൂലിൻ യഅ്തി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. മറിയമിൻ്റെ മകൻ ഈസ പറഞ്ഞ സന്ദർഭം, ഇസ്രായേൽ സന്തതികളെ, എനിക്ക് മുമ്പുള്ള തൗറാത്തിനെ സത്യപ്പെടുത്തുന്നവനായിക്കൊണ്ടും എനിക്ക് ശേഷം വരുന്ന അഹ്മദ് എന്നു പേരുള്ള ഒരു ദൂതനെപ്പറ്റി സന്തോഷവാർത്ത അറിയിക്കുന്നവനായിക്കൊണ്ടും നിങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ ദൂതനായി നിയോഗിക്കപ്പെട്ടവനാകുന്നു ഞാൻ. ഇത് ഈസാ നബി അലൈഹി ഇസ്ലാം നടത്തുന്ന പ്രവചനമാണ്. വരാനിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള പ്രവചനം. ഈ 2 പേരുകളുടെയും അർത്ഥം ഒന്ന് തന്നെയാണ്. മുഹമ്മദ് എന്നതിൻ്റെയും അഹ്മദ് എന്നതിൻ്റെയും അർത്ഥം പുകഴ്ത്തപ്പെട്ടവൻ അല്ലെങ്കിൽ സ്തുതിക്കപ്പെട്ടവൻ എന്നാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഒന്നാമതായി, ഖുർആൻ കൂടുതൽ മനസ്സിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം നമ്മെ സഹായിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 40 വയസ്സിലാണ് നുബുവത്ത് അഥവാ പ്രവാചകത്വം ലഭിച്ചത്. 63 വയസ്സിലാണ് അദ്ദേഹം വഫാത്താകുന്നത്. ഈ 23 വർഷ കാലയളവിൽ അവതരിച്ച ആയത്തുകൾ, അവ ക്രോഡീകരിച്ചതാണ് ഖുർആൻ എന്ന് പറയുന്നത്. ഈ ആയത്തുകൾ ചിലപ്പോഴൊക്കെ മതനിയമങ്ങളെക്കുറിച്ച് അവതരിച്ചതായിരിക്കാം. അതല്ലെങ്കിൽ സത്യനിഷേധികളുടെ വാദങ്ങൾ ഖണ്ഡിക്കുകയും അവർക്ക് മറുപടി നൽകുകയും ചെയ്തതിനെക്കുറിച്ചായിരിക്കാം. അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉത്കൃഷ്ട ഗുണങ്ങളെക്കുറിച്ചും ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചുമുള്ള ഉത്ബോധനങ്ങൾ ആയിരിക്കാം. അതല്ലെങ്കിൽ ചിലപ്പോൾ സത്യവിശ്വാസികളായ സജ്ജനങ്ങളുടെ സൽഫലങ്ങളും അവിശ്വാസികളായ ദുർജനങ്ങളുടെ ദുഷ്ഫലങ്ങളെക്കുറിച്ചുമായിരിക്കാം. ചില ചരിത്ര സംഭവങ്ങളുടെ വിവരണമായിരിക്കാം. ഇനി അതുമല്ലെങ്കിൽ മരണത്തെക്കുറിച്ചോ മരണാനന്തര ജീവിതത്തെക്കുറിച്ചോ വിചാരണയെക്കുറിച്ചോ ശിക്ഷകളെക്കുറിച്ചോ ഒക്കെയുള്ള വിവരണമായിരിക്കാം. എന്തു തന്നെയായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ ഖുർആൻ ആയത്തുകൾ പലതും നമ്മുടെ മുന്നിലൂടെ കടന്നു വരുന്നു. അതിൻ്റെ അവതരണ പശ്ചാത്തലത്തെക്കുറിച്ചും അർത്ഥത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു.
ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സൂറത്തു ദുഹ അതിൻ്റെ 3-ാമത്തെ ആയത്തിൽ മാ വദ്ദഅക റബ്ബുക വമാ ഖല, നിന്റെ രക്ഷിതാവ് നിന്നെ കൈവിട്ടിട്ടില്ല, വെറുത്തിട്ടുമില്ല. ഈ ഒരു ആയത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന വഹി അഥവാ ദിവ്യ സന്ദേശം കുറച്ചുനാൾ വരാതെ ഇരുന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ കൈവെടിഞ്ഞുവോ എന്ന് അദ്ദേഹത്തിന് അങ്ങേയറ്റത്തെ വിഷമവും ആശങ്കയും ഉണ്ടാകുന്നു. ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ആയത്താണിത്. മാ വദ്ദഅക റബ്ബുക വമാ ഖല, നിന്റെ രക്ഷിതാവ് നിന്നെ കൈവിട്ടിട്ടില്ല, വെറുത്തിട്ടുമില്ല. ചുരുക്കി പറഞ്ഞാൽ, ഒരു കെട്ടിടം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് നല്ലൊരു പ്ലാൻ ലഭിക്കുന്നു. എന്നാൽ അതെങ്ങനെയാണ് ആ പ്ലാൻ നടപ്പിലാക്കേണ്ടത് എന്ന് അറിയണമെങ്കിൽ കൂടെ ഒരു എഞ്ചിനീയർ കൂടി ആവശ്യമുണ്ട്. ഇതുപോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് മാർഗദർശകമായി ഖുർആൻ നൽകുന്നു. എന്നാൽ ആ ഖുർആൻ എങ്ങനെയാണ് ജീവിതത്തിൽ പകർത്തേണ്ടത് എന്ന് പഠിപ്പിച്ചു തരുന്നതിന് മനുഷ്യരിൽ നിന്നും തന്നെ തിരഞ്ഞെടുത്ത ഒരു പ്രവാചകനെ കൂടി നൽകുന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഖുർആൻ തന്നെയായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം പഠിക്കുന്നതിലൂടെ ഖുർആൻ കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് അവസരം ലഭിക്കുന്നു. ഇനി ഈ ഒരു പഠനത്തിൻ്റെ 2-ാമത്തെ ഉദ്ദേശം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിൻ്റെ നിർബന്ധ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുകയും ഉത്തമ മാതൃകയാക്കുകയും ചെയ്യണം എന്ന് നിരവധി ഖുർആൻ ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. സൂറ ആലി ഇംറാന്റെ 31-ാമത്തെ ആയത്തിൽ ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. നബിയെ പറയുക, നിങ്ങൾ അള്ളാഹുവെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പിന്തുടരുക, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും ചെയ്യുന്നതാണ്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമത്രേ. സൂറത്തുൽ അഹ്സാബിൻ്റെ 6-ാമത്തെ ആയത്തിൽ പ്രവാചകൻ സത്യവിശ്വാസികൾക്ക് സ്വദേഹങ്ങളെക്കാട്ടിലും അടുത്ത ആളാകുന്നു. ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഒരു ഹദീസിൽ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. ഒരാളും മുഅ്മിനാവുകയില്ല തൻ്റെ പിതാവിനെക്കാട്ടിലും സന്താനത്തെക്കാട്ടിലും എല്ലാ ജനങ്ങളെക്കാട്ടിലും ഞാൻ പ്രിയപ്പെട്ടവനായിത്തീരുന്നത് വരെ. ഈ ആയത്തുകളും ഹദീസുകളുമൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി തരുന്നു. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ റോൾ മോഡൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ നമ്മൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്? ഒരു നേതാവെന്ന നിലയിൽ, ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ, അധ്യാപകൻ എന്ന നിലയിൽ, സൈന്യാധിപൻ എന്ന നിലയിൽ, പിതാവ്, ഭർത്താവ്, സുഹൃത്ത്, അയൽവാസി, ഈ നിലകളിലൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് സമഗ്രമായ ഒരു പഠനം നടത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഈ പഠനത്തിൻ്റെ 2-ാമത്തെ ലക്ഷ്യം. ഇനി ഈ പഠനത്തിൻ്റെ 3-ാമത്തെ ലക്ഷ്യം, ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രവുമൊക്കെ പഠിക്കുന്നതിലൂടെ നമ്മൾ ആർജിച്ചെടുക്കുന്ന ഒരു ഇൽമുണ്ട്, വിജ്ഞാനം. ആ ഇൽമിലൂടെ നമ്മുടെ ഈമാൻ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പഠനത്തിൻ്റെ 3-ാമത്തെ ലക്ഷ്യം നമ്മളുടെ ഈമാൻ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇനി 4-ാമത്തെ ലക്ഷ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഈ ഭൂമിയിൽ ഏറ്റവും ഉത്തമരായ ഒരു തലമുറ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ തലമുറ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുണ്ടായിരുന്ന തലമുറയാണ്. അപ്പോൾ ഭൂമിയിൽ കഴിഞ്ഞു പോയിട്ടുള്ള ഏറ്റവും ഉത്തമരായ ഒരു തലമുറ, ഒരു ജനറേഷൻ, അവരെക്കുറിച്ച് മനസ്സിലാക്കാൻ, അവരുടെ ജീവിതങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളാനും നമുക്ക് ഈ പഠനത്തിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മളുടെ 4-ാമത്തെ ലക്ഷ്യം. ഇനി 5-ാമത്തെ ലക്ഷ്യം, ചരിത്രം മനസ്സിലാക്കുന്നതിലൂടെ ഇന്നിനെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നു. ചരിത്രത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എല്ലാ പഠനത്തിൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന നേരായ മാർഗം സിറാത്തുൽ മുസ്തഖീം പിൻപറ്റിക്കൊണ്ട് ഇഹത്തിലും പരത്തിലും വിജയം നേടുക എന്നുള്ളതാണ്. ആ ലക്ഷ്യം നേടാനും നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം തേടിയവരോടൊപ്പം ഇടം നേടുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഈ പഠനത്തിൽ 30 അധ്യായങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഖുർആനിൻ്റെ തഫ്സീറുകളും
ഹദീസ് ഗ്രന്ഥങ്ങളും അതോടൊപ്പം മുഹമ്മദ് ഹെയ്ക്കൽ രചിച്ച ഹയാത്തെ മുഹമ്മദ് എന്നുള്ള പുസ്തകത്തിൻ്റെ മലയാളം പരിഭാഷയും, ദ സീൽഡ് നെക്ടർ എന്നുള്ള ഗ്രന്ഥം സെയ്ഫുർ റഹ്മാൻ മുബാറക് പൂരി രചിച്ച ഗ്രന്ഥമാണ്. അതും ഈ പഠനത്തിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പഠനം എളുപ്പമാക്കി തരുമാറാകട്ടെ. ഇത് ഒരു ഇൽമൻ നാഫിയ, ഉപകാരപ്രദമായ വിജ്ഞാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഈ പഠനത്തിൽ ഒരു ന്യൂനതയും കടന്നുകൂടാതെ റബ്ബ് കാക്കുമാറാകട്ടെ. എന്തെങ്കിലും വീഴ്ചകൾ വന്നു പോവുകയാണെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ആമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.